സർ, ഇന്ത്യ ബലൂചിസ്ഥാന് ആയുധങ്ങൾ നൽകിക്കൊണ്ട് പാകിസ്ഥാനിൽ സംഘർഷാവസ്ഥ സൃഷ്ടിച്ചു എന്നാണ് അഖിൽ മാരാർ പറയുന്നത്. അത് വലിയ വിവാദമായിരിക്കുകയാണ്. അദ്ദേഹം അത് പിൻവലിക്കുകയൊക്കെ ചെയ്തു. എന്നിരുന്നാലും എന്തുകൊണ്ടാണ് അഖിൽ മാരാർക്ക് ഇങ്ങനെ സംഭവിക്കുന്നത്? അഖിൽ മാരാർ എൻ്റെ നല്ല സുഹൃത്താണ്. പക്ഷേ അദ്ദേഹത്തിനെതിരെ ഇപ്പോൾ കേസെടുത്തിരിക്കുന്നു. 10 വർഷം വരെ ജാമ്യമില്ലാത്ത തടവ് ശിക്ഷ കിട്ടാവുന്ന കേസാണെന്നാണ്. അതെ. ശരിക്കും പറഞ്ഞാൽ അഖിൽ മാരാർ ചില സമയത്ത് വിടുവായത്തം പറയും. ആ വിടുവായത്തം ചിലപ്പോൾ തമാശയായിട്ടെടുക്കും, ചിലപ്പോൾ രാജ്യദ്രോഹവും. അങ്ങനെയാണ് ഈ സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാടായിട്ട് പറയുകയായിരുന്നെങ്കിൽ പോലും പ്രശ്നമില്ല. ഇത് അദ്ദേഹത്തിന് കൃത്യമായ തെളിവുകൾ കിട്ടി, അറിവുകൾ കിട്ടി എന്നുള്ള രീതിയിലാണ് അദ്ദേഹം സംസാരിച്ചത്. ബലൂചിസ്ഥാനെ ഒരു സ്വതന്ത്ര രാജ്യമാക്കി മാറ്റിയാൽ പാകിസ്ഥാൻ അത് വലിയ അടിയാണ്. അപ്പോൾ ഇന്ത്യ എങ്ങനെ ശ്രമിക്കുന്നുണ്ടാകുമെന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാടല്ല. അദ്ദേഹം കൃത്യമായി അറിവ് കിട്ടിയ പോലെ പറയും. അത് തികച്ചും തെറ്റാണ്. എൻ്റെ സുഹൃത്താണെങ്കിലും എനിക്ക് പറയാതിരിക്കാൻ കഴിയില്ല. അദ്ദേഹം ഒരു കോൺഗ്രസ് അനുഭാവിയാണ്. അദ്ദേഹം ഒരു സിനിമ സംവിധാനം ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആ സിനിമ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. 3 രാഷ്ട്രീയ പാർട്ടികളെയും ഒരേപോലെ ആക്രമിച്ചിട്ടുള്ള സിനിമയാണ്. ആക്ഷേപഹാസ്യമാണ്. അത് കോൺഗ്രസിനെയും BJPയെയും CPMനെയും ഒരുപോലെ ആക്രമിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു സിനിമ. അത് അദ്ദേഹത്തിൻ്റെ ആശയമാണ്. അദ്ദേഹം കോൺഗ്രസ്സുകാരനാണ് എങ്കിൽ പോലും കോൺഗ്രസിനെയും കൂടെ വിമർശിച്ചിരിക്കും. പക്ഷേ ആ സിനിമ അത്ര ശ്രദ്ധിക്കപ്പെട്ടില്ല. ഏത് സിനിമയായിരുന്നു അത്? താത്വിക അവലോകനം എന്നായിരുന്നു. കാരണം താത്വിക അവലോകനം എന്നുള്ള പേര് പോലും വളരെ പ്രശസ്തമാണ്. സത്യനന്ദിക്കാരൻ്റെ സിനിമയിൽ ശങ്കരാടി പറയുന്ന താത്വിക അവലോകനം. അപ്പം അതായിരുന്നു പടത്തിൻ്റെ പേര്. ആ പടം ശ്രദ്ധിക്കപ്പെട്ടില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം സിനിമയിൽ അധികം ശ്രദ്ധിച്ചില്ല എന്ന് വേണം കരുതാൻ. ഇതുപോലെ ഒരു വിടുവായത്തം നേരത്തെ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് കോടിക്കണക്കിന് രൂപ തരാമെന്ന് പറഞ്ഞാൽ ഞാൻ ബിഗ് ബോസിൽ പങ്കെടുക്കില്ല. അത് ബുദ്ധിയുള്ളവരുടെ ഒരു ഗെയിമല്ല എന്ന് പറഞ്ഞ അഖിൽ മാരാർ. അതേ അഖിൽ മാരാർ ബിഗ് ബോസിൽ പോവുകയും അവിടുത്തെ 1ാം സ്ഥാനക്കാരനാകുകയും ചെയ്തു. അപ്പോൾ അത് വിടുവായത്തമല്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചില വിടുവായത്തങ്ങൾ വിടുന്നതാണ്. പക്ഷേ ഈ സമീപകാലത്ത് അദ്ദേഹം ഒരു സെലിബ്രിറ്റിയായി മാറി. ബിഗ് ബോസിൽ നിന്ന് കിട്ടിയ പണം കൊണ്ട് മാത്രമല്ല, അദ്ദേഹം ഒരു ഉദ്ഘാടനത്തിന് പോലും 5 ലക്ഷം രൂപ മേടിക്കുന്ന 10 ലക്ഷം രൂപ മേടിക്കുന്ന ആളാണെന്നാണ് ഞാൻ കേട്ടത്. അങ്ങനെ വില കൂടിയ കാറുകൾ, ഫ്ലാറ്റുകൾ ഒക്കെ മേടിച്ച് വളരെ സൗകര്യത്തോടു കൂടി ജീവിക്കുകയാണ്. പലപ്പോഴും എറണാകുളത്ത് ഞാൻ അദ്ദേഹത്തെ കാണാറുണ്ട്. അദ്ദേഹത്തിന് കോൺഗ്രസ് ഒരു സീറ്റ് കൊടുക്കാൻ സാധ്യതയുണ്ടായിരുന്നു അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. അത് ഞാൻ പറഞ്ഞു കേട്ടത് കൊട്ടാരക്കരയിൽ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ അദ്ദേഹത്തിനെയാണ് തീരുമാനിച്ചിരിക്കുന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഔദ്യോഗികമായ പ്രഖ്യാപനമൊന്നും വന്നിട്ടില്ല. ഒരു രഹസ്യ തീരുമാനങ്ങൾ അങ്ങനെ ഉണ്ടായിരുന്നു. അങ്ങനെ വരുമ്പോൾ അഖിൽ മാരാർ ചിലപ്പോൾ ജയിക്കുകയും ചെയ്തേനെ. ജനങ്ങളുടെ ഹൃദയം കീഴടക്കാൻ കഴിയുന്ന ആളാണ്. നന്നായി നല്ല സ്പോണ്ടേനിയസ് ആയിട്ട് സംസാരിക്കും, നല്ല വാക്കുകൾ ഉപയോഗിക്കും, യുവാവാണ്. ഈ ആക്ഷേപഹാസ്യം എന്നൊക്കെ പറഞ്ഞാൽ വളരെ ഭംഗിയായിട്ട് ചെയ്യും. നമ്മൾ സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിൻ്റെ പല വീഡിയോസും കണ്ടിട്ടുള്ള. എന്നാൽ അതിനിടയിൽ സംഭവിച്ചു പോകുന്ന ഇതുപോലുള്ള വാക്പിഴകളാണ് ഇതെല്ലാം. ഇത് ഇങ്ങനൊരു കേസ് വന്നു കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് മത്സരിക്കാൻ പറ്റില്ല. അയാളുടെ ഒരു രാഷ്ട്രീയ ഭാവിയാണ് പോകുന്നത്. ജയിക്കുമോ ജയിക്കുക എന്നുള്ളത് വേറൊരു വശം. എങ്കിൽ പോലും ശ്രദ്ധിക്കപ്പെട്ടെ. ഇനി അഖിൽ മാരാർ മറ്റൊരു കാര്യം കൂടി ചിന്തിച്ചില്ല. ഇത് ഇന്ത്യ വിരുദ്ധതയാണ് ഈ പറയുന്നത് എന്ന് ചിന്തിക്കണ്ടേ? ഞാനൊരു ഇന്ത്യക്കാരനാകുമ്പോൾ ഇന്ത്യ എന്ത് ചെയ്താലും അതെന്നെപ്പോലെയുള്ള സാധാരണ മനുഷ്യരെ സംരക്ഷിക്കാൻ വേണ്ടിയാണെന്നുള്ള ബോധ്യം എനിക്കുണ്ടാവണ്ടേ? അപ്പോഴല്ലേ ഞാൻ രാജ്യസ്നേഹിയാവുന്നുള്ളൂ. തീർച്ചയായിട്ടും. അവിടെ പാകിസ്ഥാനെ തകർക്കാൻ വേണ്ടി ഇന്ത്യ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ അത് ഓരോ ഇന്ത്യക്കാരനും വേണ്ടിയാണ് എന്ന് ചിന്തിക്കാൻ എന്തുകൊണ്ട് അഖിൽ മാരാർക്ക് കഴിഞ്ഞില്ല? അതാണ് എൻ്റെ കാഴ്ചപ്പാടതാണ്. ഈ പറയുന്ന അഖിൽ മാരാർ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണെന്ന് അഖിൽ മാരാർ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് ഓരോ ഇന്ത്യക്കാരനും വേണ്ടിയാണ്. ഇപ്പോൾ പാകിസ്ഥാനിൽ വ്യോമാക്രമണം നടന്ന തീവ്രവാദി കേന്ദ്രങ്ങൾ തകർത്ത് കഴിഞ്ഞപ്പോൾ ഇവിടെ ഓരോരുത്തരുമൊക്കെ തലപൊക്കിയല്ലോ. അവിടെ എത്ര കുഞ്ഞുങ്ങൾ മരിച്ചു. യുദ്ധമൊന്നിനും പരിഹാരമല്ല. അവിടെ സാധുക്കൾ മരിച്ചില്ലേ എന്നൊക്കെ ചോദിച്ച് ഭീകരമായി. ആദ്യം ഇത് പഹൽഗാം ഭീകരാക്രമണം ഉണ്ടായപ്പം ഇന്ത്യക്ക് എന്താ പേടിയാണോ തിരിച്ചടിക്കാൻ എന്ന് ചോദിച്ചവർ തന്നെ. തിരിച്ചടിക്കാൻ പേടിയാണോ എന്ന് ചോദിച്ചവരുണ്ട്. അതിനെക്കുറിച്ച് ഒന്നും മിണ്ടാതിരുന്നവരെ പാകിസ്ഥാനിൽ ഇങ്ങനെ ഭീകര സെന്ററുകൾ ആക്രമിച്ചപ്പോൾ തലപൊക്കി. ഇത്
രാജ്യസ്നേഹമാണ്. അതെ, അതാണ് ഇതിൻ്റെ. അവിടെ എനിക്ക് അവരുടെ കൂടെ അഖിൽമാരാറെ ചേർത്ത് നിർത്താൻ പറ്റുന്നില്ല. അഖിൽമാരാർ അങ്ങനെ ആയിരുന്നില്ല. പക്ഷേ അഖിൽമാരാർ എന്തുകൊണ്ട് ഇത് പറഞ്ഞു എന്ന് വെച്ചാൽ, എനിക്ക് ഈ രാഷ്ട്രീയ കാര്യങ്ങളിലും രാജ്യതന്ത്രജ്ഞതയിലുമൊക്കെ കുറേ അറിവുണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയാണോ, അതോ രാജ്യത്തെ ദ്രോഹിക്കാൻ വേണ്ടിയാണോ, അല്ലെ ഭരണാധികാരികളെ കുറ്റപ്പെടുത്താൻ വേണ്ടിയാണോ, BJP നേതൃത്വത്തെ കുറ്റപ്പെടുത്താൻ വേണ്ടിയാണോ ഇങ്ങനെ പറഞ്ഞത് എന്നെനിക്ക് സംശയമുണ്ട്. അതുപോലും ഈ വിഷയം കൈകാര്യം ചെയ്തുകൊണ്ടായിരുന്നില്ല പറയേണ്ടത്. ഇപ്പോൾ ശശി തരൂരിനെ കേന്ദ്ര സംഘം അയക്കുന്നു, ശശി തരൂരിനെ അതിൻ്റെ അധ്യക്ഷനാക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനു വേണേൽ കുറ്റം പറഞ്ഞോട്ടെ. അത് ഒരു കോൺഗ്രസ്സുകാരെന്നുള്ള നിലയ്ക്ക് കോൺഗ്രസ്സിലുള്ള ശശി തരൂരിനെ കുറിച്ച് അങ്ങനെ പറയാം. അതെ. പക്ഷേ ഇവിടെ ഇത് പറഞ്ഞിരിക്കുന്നത് രാജ്യവിരുദ്ധതയാണ്. അത് അഖിൽമാരാർ കൃത്യമായി ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ടാവും. ഒരു കാര്യം പറഞ്ഞിട്ട് ഞാൻ പിൻവലിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയയിൽ അതെല്ലാം കിടക്കുകയാണ്. പ്രത്യേകിച്ച് ഇത്രയും ഒരു ഫെയിമിൽ നിൽക്കുന്ന ഒരാളാകുമ്പോഴത്തേക്കും അതാണ് അഖിൽമാർ. അവിടെയാണ് ശ്രദ്ധിക്കേണ്ട. ബിനു ഈ പറഞ്ഞ കാര്യമുണ്ട്. ഏതൊരു വ്യക്തിയും സംസാരിക്കുമ്പോൾ ഞാൻ ആരാണ് എന്ന് ബോധ്യമായിട്ട് വേണം സംസാരിക്കാൻ. ഇപ്പോൾ അഖിൽമാരാർക്ക് ഒരു സ്റ്റാറ്റസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉണ്ട്. അയാളുടെ വാക്കുകൾക്ക് കാതോർക്കുന്ന ഒരുപാട് പേരുണ്ട്. ഒരു സാധാരണ മനുഷ്യൻ വന്നിട്ട് ഏതെങ്കിലും ഒരു ചാനലിൽ പറഞ്ഞാൽ ആരും മൈൻഡ് ചെയ്യില്ല. ഇല്ല. അപ്പോൾ അഖിൽമാരാർ ചിന്തിക്കേണ്ടിയിരുന്നത് ഞാനിന്ന് ആരാണ്, ഞാനൊരു പൊസിഷനിൽ നിൽക്കുന്നു, എൻ്റെ വാക്കുകൾ കേട്ട് വിശ്വസിക്കുന്ന ഒരു സമൂഹം ഇവിടെ ഉണ്ട്. അതാണ് അണ്ടർലൈൻ ചെയ്യുന്നത്, വിശ്വസിക്കുന്ന. അഖിൽമാരാർ പറയുമ്പോൾ അത് തെറ്റായിരിക്കില്ലല്ലോ എന്ന് വിചാരിക്കുന്ന ആളുകളിൽ ഉണ്ട്. തീർച്ചയായിട്ടും അവരുടെ ഉള്ളിലേക്ക് വിഷം കോരി നിറയ്ക്കാൻ ഇതുപോലുള്ള ആളുകൾ ശ്രമിക്കരുത്. അതാണ് അഖിൽമാരാരോട് എനിക്ക് പറയാനുള്ളത്. ഇനി അഖിൽമാരാർ സൂക്ഷിച്ച് പ്രവർത്തിക്കുമായിരിക്കും, സംസാരിക്കുമായിരിക്കും. പക്ഷെ അതുകൊണ്ട് ചെയ്ത തെറ്റല്ലാതാവുന്നില്ല. അത് തെറ്റ് തന്നെയാണ്. വേറൊരു കാര്യം, ഈ പറഞ്ഞതുപോലെ ഈ ബിഗ് ബോസ് പോലുള്ള ഷോയിലൂടെ വന്നാലും അവർക്ക് ആ ഒരു സമയം, ഒരു കുറച്ച് നിശ്ചിത സമയം മാത്രമേ ആ തിളങ്ങി നിൽക്കാൻ പറ്റുകയുള്ളൂ. സ്വാഭാവികമായി ഇപ്പം രജിത് കുമാർ, ഡോക്ടർ റോബിൻ, അങ്ങനെ കുറേ പേരുണ്ട്. അവർക്ക് ഇപ്പോൾ എവിടെയാണെന്ന് പോലും ആർക്കും അറിയില്ല. അപ്പോൾ സ്വാഭാവികമായും അഖിൽമാരാരുടെ ലക്ഷ്യം ഇത്തരത്തിലുള്ള പ്രസ്താവനകളിലൂടെ നിറഞ്ഞു നിൽക്കുക. എപ്പോഴും നമുക്കറിയില്ലേ, ബാലകൃഷ്ണപിള്ളയും ഗണേഷും ഒക്കെ ആവിഷ്കരിക്കുന്ന തന്ത്രങ്ങളുണ്ട്. ഇത്തരത്തിലുള്ള ഒരു തന്ത്രമായിട്ട് ഇതിനെ കാണാമോ? എക്സാക്ട്ലി പറഞ്ഞത് കറക്റ്റാണ്. ഇപ്പോൾ ബിഗ് ബോസ് വന്നു, അതിൻ്റെ കൂടി വന്നാൽ ഒരു വർഷമായിരിക്കും അതിൻ്റെ ഒരു പേരും പെരുമയും നിൽക്കുക. എന്നാൽ അഖിൽമാരാർ അങ്ങനെയല്ല, സാമൂഹ്യ വിഷയങ്ങളിൽ ഇടപെടുന്ന ആളാണ്. ചിലപ്പോൾ ഇടപെട്ട് പോകുന്നത് അയാളുടെ ഒരു പ്രതിബദ്ധത കൊണ്ടാണോ, അതോ അയാളുടെ ആ സെലിബ്രിറ്റി സ്റ്റാറ്റസ് നിലനിർത്താൻ വേണ്ടിയാണോ, ഇത് മനുഷ്യർക്ക് വ്യാഖ്യാനിക്കാം. ഞാനതിനെ വ്യാഖ്യാനിക്കില്ല. പക്ഷേ അദ്ദേഹത്തിന് സാമൂഹ്യ വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് ഈ ബിഗ് ബോസിൻ്റെ കാര്യങ്ങൾ മറന്നുപോയാലും സാമൂഹ്യ വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് മുഖ്യധാരയിലേക്ക് വരാം. അതിന് ഏറ്റവും നല്ല മാർഗ്ഗമാണ് രാഷ്ട്രീയം. അദ്ദേഹം അതാണ്, ഒരു രാഷ്ട്രീയ പാർട്ടിയെ പിടിച്ചുകൊണ്ട് അതിലേക്ക് വെച്ചടി വെച്ച് കയറാൻ ശ്രമിക്കുമ്പോൾ ഇതുപോലുള്ള കേസുകൾ വന്ന് അതില്ലാതായി പോകും. ഈ സമ്പത്ത്, പ്രശസ്തി, ഇതൊക്കെ അധികകാലം ഉണ്ടാവില്ല. ചിലപ്പോൾ നൈമിഷികമാണ്. നമ്മളുടെ പ്രവൃത്തികൾ പോലെ ഇരിക്കും. അത് ഏതൊരു വ്യക്തിയും സൂക്ഷിക്കുക. അത് രാഷ്ട്രീയക്കാരനായാലും സാമൂഹ്യ പ്രവർത്തകനാണെങ്കിലും എഴുത്തുകാരായാലും കലാകാരനായാലും ആരായാലും പറയുന്ന വാക്കുകൾ പലയാവർത്തി ആലോചിച്ചിട്ട് മാത്രമേ പുറത്തേക്ക് വിടാവൂ. അത് അഖിൽമാരാർക്കും ബാധകമാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.